ഇവിടെ ഒരു MLA എന്തിനാണ് ഇന്ന് പിന്നെ അറസ്റ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ 6 പേരെയാണ് കേരളത്തിലെ ആന ചവിട്ടിക്കൊന്നത്. ഇന്നലെ വൈകുന്നേരം ചവിട്ടിക്കൊന്നത് എൻ്റെ മണ്ഡലത്തിലെ മണി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെയാണ്. ഇന്നലെ രാത്രി വൈകുന്നേരം 6:30 മണിക്ക് ആന കൊന്നിട്ട് 10 മണിക്ക് നിലമ്പൂർ ഹോസ്പിറ്റലിൽ ആ ബോഡി എത്തിയിട്ട് ഇന്ന് ഉച്ചക്ക് 11 മണിക്ക് പോലും അതിൻ്റെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക പോസ്റ്റ്മോർട്ടം നടത്തുകയോ ചെയ്തിട്ടില്ല. 2 മണിക്കാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുന്നത്. ഇത്തരം നിരുത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ്, ഇത്തരം നിരുത്തരവാദിത്തമുള്ള എന്താ പറയുക ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ നിരുത്തരവാദിത്തം അതിനെതിരെയാണ് ഇന്ന് പ്രതിഷേധം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവും. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ ഓഫീസിൽ ഇപ്പോൾ കല്ലെറിഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ ജനാധിപത്യത്തിൽ നടക്കുന്നതാണ്. ഇവിടെ കൊള്ള നടത്തിയിട്ടോ കൊല നടത്തിയിട്ടോ അല്ല ഈ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു പുതിയ നിയമ ഭേദഗതി വരിക. എന്താ ഭേദഗതി? ഇന്ന് ഫോറസ്റ്റിനുള്ള അധികാരത്തിൻ്റെ 10 ഇരട്ടി അമിതാധികാരം കൊടുക്കുകയാണ്. ജനങ്ങൾക്കൊന്ന് പ്രതിഷേധിക്കാൻ പോലും ഒരു ഫോറസ്റ്റുകാരൻ്റെ മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കിയാൽ അവൻ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ ഭേദഗതി ഈ സഭയിൽ കൊണ്ടുവരുമ്പോൾ ഈ മലയോരത്തെ ഒരു MLA എന്ന നിലയ്ക്ക് എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ എന്താണ് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ വിഷയം? അവിടെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് വേണ്ടി ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ കൂടി റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇതിനിറങ്ങുന്നത്. നിയമത്തിന് കീഴടങ്ങാണ്. അപ്പോൾ നമുക്കത് കാണാം. ഇനി ഒരു പക്ഷേ ജയിലിട്ട് തന്നെ കൊല്ലിയെടുക്കും. പലരും കൊന്നിട്ടുണ്ടല്ലോ, പലർക്കും വിഷം കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം.